എല്ലാ സുഹൃത്തുക്കൾക്കും ലൈഫ് വിഷൻ ടോപ്പ് സ്റ്റാറിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. അങ്ങനെ നമ്മുടെ VS യാത്രയായി. ശരിക്കു പറഞ്ഞാൽ അദ്ദേഹം മാത്രമല്ല യാത്രയായത്, അദ്ദേഹത്തിനോടൊപ്പം യാത്രയായത് CPM എന്ന പാർട്ടിയാണ്. അദ്ദേഹത്തിനെ പോലുള്ളൊരു നെടുംതൂണ് ഇനി CPM ഉണ്ടാവില്ല, ഉണ്ടാക്കാൻ പോകുന്നില്ല. ഇനി ഉള്ളവർ ആ പാർട്ടിയുടെ ശവക്കുഴി തോണ്ടിക്കൊണ്ടിരിക്കുന്നവരാണ്. അതിൻ്റെ ഒരു ഭാഗമായിട്ടായിരുന്നു VSനെ അദ്ദേഹത്തിൻ്റെ പേരും അദ്ദേഹത്തിൻ്റെ പോസ്റ്ററും വച്ച് ഇലക്ഷനിൽ ജയിച്ചപ്പോൾ അദ്ദേഹത്തിനെ പിൻകാലുകൊണ്ട് മെതിച്ച് ചതിച്ച് പറ്റിച്ച് ആ സ്ഥാനത്ത് നിന്നും അദ്ദേഹത്തെ മാറ്റി എന്തോ ഒരു കമ്മീഷൻ്റെ ഭാഗമാക്കി മാറ്റി. ഇനി ഇങ്ങനെയുള്ളൊരു നേതാവ് CPM ഉണ്ടാകില്ല. ഇനി എങ്ങനെ ശ്രമിച്ചാലും അതിനർഹതയുള്ള ആരും തന്നെ ആ പാർട്ടിയിലില്ല. അർഹിക്കുന്നവർ എല്ലാവരും ഈ പാർട്ടിയിൽ നിന്നും പോയി കഴിഞ്ഞു. അവർ ജീവിച്ചിരിപ്പുണ്ടെങ്കിലും അവർ ആ CPM എന്നുള്ള പാർട്ടിയിലോ അതിലൊരു സ്ഥാനങ്ങളിലോ ഇല്ല. യാതൊരു വിവരമില്ലാത്തവർ, പാർട്ടി എന്താണെന്നറിയാത്ത കുറച്ച് സ്ത്രീകളെയും മറ്റുള്ളവരെയും അർഹിക്കാത്ത പോസ്റ്റുകളിൽ നിയമിച്ച് ഏതെല്ലാം രീതിയിൽ, എന്തൊക്കെ രീതിയിൽ അവരുടെ സ്വയം കാര്യങ്ങൾ മാത്രം നോക്കി, സ്വയം ഇഷ്ടത്തിന് മാത്രം നോക്കി എത്ര കണ്ട് അതിൽ നിന്ന് നേട്ടങ്ങൾ കൊയ്യാമോ അത് കൊയ്യുന്നവരെ മാത്രം പ്രതിഷ്ഠിച്ച് നടത്തുന്ന ഒരു ഭരണ സംവിധാനമാണ് ഇന്ന് കേരളത്തിൽ നടക്കുന്നത്. കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഈ പാർട്ടിക്ക് വേണ്ടി യാതനകളും വേദനകളും ജയിൽവാസവും അനുഭവിച്ചവരെ വെറും കരിവേപ്പില പോലെ എടുത്ത് മാറ്റി ചക്രവർത്തി പദം അനുഗ്രഹിച്ച് ഈ CPMൻ്റെ അവസാന കണ്ടെത്താൻ വേണ്ടി മാത്രം, അവസാനിപ്പിക്കാൻ വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന നേതാക്കന്മാരുടെ അന്ത്യനാളുകൾ അടുത്തു കഴിഞ്ഞു എന്ന് ശ്രീ VSൻ്റെ ചിത കത്തി അമർന്നു കഴിഞ്ഞാൽ അടുത്ത ചിതയ്ക്ക് സ്വയം തീ ഉണ്ടായിക്കഴിയും. ആ തീ ശേഷിച്ച കുതുകാലി കെട്ടിയവരുടെ ചിതയെന്ന് കരുതിക്കൊള്ളുക. എന്നാൽ അതാളിക്കത്തില്ല, അത് പുകഞ്ഞ് ഒരു വല്ലാത്ത ദുർഗന്ധം വമിക്കുന്ന ഒരു അന്തരീക്ഷമായിരിക്കും. അങ്ങനെയുള്ളൊരു പുകപടലമായിരിക്കും ഇനി നമുക്ക് കാണാൻ പോണത്. അതാർക്കും ശ്വസിക്കാൻ പറ്റില്ല, ശ്വസിക്കാൻ സാധിക്കില്ല. അത് ആ ചിതയുടെ അഗ്നികൾ ഒരിക്കലും അതിൽ ആ ചിതയിൽ സംസ്കരിക്കപ്പെട്ടവരെ ആ അഗ്നി ഏറ്റുവാങ്ങില്ല. മറിച്ച് ദുർഗന്ധം വമിക്കുന്ന പുകകൾ മാത്രമേ അന്തരീക്ഷത്ത് കാണൂ. ഈ
സംവിധാനത്തിൻ്റെ ഈ പാർട്ടിയുടെ അവസാനത്തെ ചിതയാണ് വി എസിൻ്റെ ചിത. അഗ്നി വി എസിൻ്റെ ചിതയിൽ അഗ്നി അവസാനിക്കുമ്പോൾ തുടങ്ങുന്ന ഈ പാർട്ടിയുടെ അവസാനത്തൊരു ചിത നമുക്ക് കാണാം. ഇനി ഒരു നേതാവ് വി എസിനെ പോലെ ഈ പാർട്ടിക്ക് ഉണ്ടാവില്ല. ഈ പാർട്ടിയെ സംരക്ഷിക്കാനോ ഈ പാർട്ടിയുടെ മൂല്യങ്ങളെ കാത്തു സൂക്ഷിക്കാനോ ഇനി ആരുമുണ്ടാവില്ല. ഓരോ വ്യക്തികളും പല കഥകൾ പറയും, പല സാധനങ്ങൾ ഇരിപ്പുണ്ട്, അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അവർ മനുഷ്യനെ എങ്ങനെ പീഡിപ്പിക്കാം, മനുഷ്യനെ എങ്ങനെ ഉപദ്രവിക്കാം, എന്ത് ലാഭം കൊയ്യാം, അത് മാത്രമുള്ള കുറേ ആൾക്കാർ മാത്രമാണ് ഇനി CPM-ൽ അവശേഷിക്കുന്നുള്ളൂ. ഇതിൻ്റെ മരണമണി മുടങ്ങിക്കഴിഞ്ഞെന്ന് വി എസിൻ്റെ അന്ത്യശ്വാസം ഉണ്ടായോ, അന്ത്യശ്വാസം അവസാനിച്ചോ, അതിനുശേഷം തുടക്കം കുറിച്ചതാണ് ഈ CPM-ൻ്റെ ഇപ്പോഴുള്ള CPM-ൻ്റെ പാർട്ടിയുടെ ചിതയുടെ തയ്യാറെടുപ്പുകളും. കൂടുതൽ പറയാനൊന്നുമില്ല. ഇത് കാണാൻ പോകുന്ന പൂരത്തെക്കുറിച്ച് നമുക്കിനി ഒന്നും പറയണ്ട. എല്ലാം തീർന്നു, അവസാനിച്ചു. ഇനി ഇതിൻ്റെ അന്ത്യനാളുകൾ എപ്പോഴും മാത്രം നമ്മളൊന്ന് ഓർത്താൽ മതി. ഈ പാർട്ടിയെ പിടിച്ചു നിർത്താൻ പല ഉഡായിപ്പുകളും പലരും കാണിക്കും. നടക്കില്ല. കാരണം മനസാക്ഷിയുള്ള ആരും തന്നെ ആ പാർട്ടിയിൽ നിന്നില്ല. ഓരോ ദിവസം ചെല്ലുന്തോറും ഓരോരുത്തരിങ്ങനെ മൺമറഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നു. ആരെങ്കിലും നെടുന്തൂണായിട്ട് വരാൻ അർഹത ഉള്ളവർ ആരും തന്നെ ഇന്ന് പാർട്ടിയിലില്ല. അത് ഇന്നത്തെ ചക്രവർത്തി അവരെല്ലാം മാറ്റി നിർത്തി. മറിച്ച് ഓശാന പാടാനും ചവിട്ടുനാടകം നടത്താനും സുംബയോ കളിക്കാനുമുള്ള കുറേ കൂട്ടരുണ്ട്. അവർക്ക് പാട്ടുകളും ഒക്കെ കാണിക്കുന്നു. ഇപ്പം ഇനി നമുക്ക് പറയാനില്ല, കഴിഞ്ഞു. പാർട്ടിയിൽ വിശ്വസിക്കുന്നവരോട് സങ്കടമുണ്ട്. എല്ലാവരും നിങ്ങളെ വിധി എന്താണ് നിങ്ങൾക്ക് വച്ചേക്കുന്ന എന്ന് മനസാക്ഷിയുള്ളവർക്ക് അതിൽ ദുഃഖം തോന്നും. മനസാക്ഷി ഇല്ലാത്തവർക്കൊന്നും അവരട്ടഹസിച്ചു കൊണ്ടേയിരിക്കും. ഈ വി എസിൻ്റെ നിര്യാണത്തിൽ ഞാനടക്കമുള്ള എല്ലാ ശ്രോതാക്കളും അവരുടെ ആത്മാവിന് നിത്യശാന്തി നേരുന്നു. അവരുടെ ആ വി എസിൻ്റെ ദീപം ലോകാവസാനം വരെയും കത്തിജ്വലിക്കട്ടെ, പ്രകാശം ചൊരിയട്ടെ. അദ്ദേഹത്തിൻ്റെ കാലുവാരിയവരുടെ ചിതകൾ ഇങ്ങനെ ഒരിക്കലും അണയാതെ ദുർഗന്ധം പിടിക്കുന്ന പുകയായി അന്തരീക്ഷത്തിൽ എന്നും നിറഞ്ഞു നിൽക്കുക തന്നെ ചെയ്യും. ആ കറുത്ത കാർമേഘങ്ങൾ നമുക്ക് വളരെ വൈകാതെ തന്നെ കാണാം. ലാൽ സലാം. PSA. ഞാൻ GK തുമ്പക്കാരൻ. താങ്ക് യു.